ഹായ് മക്കളെ, അപ്പൊ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ഓണം എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് പറയുന്ന വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മൾ 9th എല്ലാ ചാപ്റ്ററിലും സബ്ജക്ട് സോഷ്യൽ ആയാലും എല്ലാ സബ്ജക്റ്റിലും എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് എക്സാം അനുസരിച്ച് ലിങ്കുകൾ വരുന്നുണ്ടാവും. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ എന്തായാലും കാണണം. വീഡിയോ കാണുക മാത്രമല്ല, നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെയും അതേപോലെ തന്നെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഉണ്ട്. അതൊന്ന് എന്ത് ചെയ്യാം, വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടാവുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യാം. അപ്പോൾ അവർക്കും വാട്സപ്പ് ചാനലിൽ എത്താനും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളെ വീഡിയോ അധികം ആൾക്കാരിലേക്ക് എത്തും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നമ്മളുടെ ചാപ്റ്ററിലേക്ക് പോവാം. ഏതായിരുന്നു നമ്മൾ ചാപ്റ്റർ? ഇൻ ദ എക്സ്റ്റെൻസീവ് പ്ലെയിൻ. രണ്ടാമത്തെ ചാപ്റ്ററാണ് ജോഗ്രഫിയിൽ അല്ലെ. വിശാലമായ സമതലങ്ങളിലൂടെ എന്നുള്ള ചാപ്റ്റർ ആണ്. ഈ സമതലം പ്ലെയിൻ എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ് സാറേ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതെന്താ സംഭവം ഈ പ്ലെയിൻ അല്ലെങ്കിൽ സമതലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാൻഡ് ഫോം ആണ്, ഒരു ഭൂരൂപമാണ് പ്ലെയിൻ അല്ലെങ്കിൽ സമതലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വേറെ എന്തെല്ലാം ലാൻഡ് ഫോം നിങ്ങൾക്ക് അറിയാം? നിങ്ങൾ ഇങ്ങനെ ലാൻഡ് ഫോം സാറിനെ കാണിക്കാം. മൗണ്ടൻ ഒരു ലാൻഡ് ഫോം ആണ്, ഹില്ല് മലനിരകൾ ലാൻഡ് ഫോം ആണ്, വാലീസ് ഉണ്ട് താഴ്വാരങ്ങള്, ഡെസേർട്ട്, പ്ലെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലെയിൻ ഉണ്ടല്ലോ, എയറോപ്ലെയിൻ അല്ല, നമ്മളെ പ്ലെയിൻ. ഇതൊക്കെ ലാൻഡ് ഫോം ആണ്. പ്ലേറ്റ്യൂസ് ഉണ്ട്, പീഠഭൂമികളുണ്ട്. ഇതെല്ലാം എന്താണ്? നമ്മളുടെ പലതരത്തിലുള്ള ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ ഭൂരൂപങ്ങളാണ്. ഇതെങ്ങനെ ഉണ്ടാവുന്നത്? ഈ ഭൂരൂപങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു അത് നമുക്കൊന്ന് നോക്കാം. നമ്മളുടെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. അവർ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേര്, ഒന്ന് റണ്ണിങ് വാട്ടർ ആണ്, ഒഴുകുന്ന ജലം. രണ്ടാമത്തെ വിൻഡ്, കാറ്റ്. പിന്നെ അതുപോലെ തന്നെ ഗ്ലേഷ്യർ ഉണ്ട്, വേവ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം എന്താണ്? നമ്മളുടെ ഈ ലാൻഡ് ഫോംസ് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ്. ആരൊക്കെ? ഈ പറഞ്ഞ ഹിമാനി ആയാലും നമ്മളുടെ തിരമാല ആയാലും അതേപോലെ തന്നെ റണ്ണിങ് വാട്ടർ. ഇതെല്ലാം കാരണമാണ് എന്തുണ്ടാവുന്നത്? ലാൻഡ് ഫോംസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലാൻഡ് ഫോംസ് ഉണ്ടാവാൻ സഹായിക്കുന്ന ഇവന്മാരെ ജിയോമോർഫിക്കൽ ഏജൻസ് അല്ലെങ്കിൽ ഭൂരൂപീകരണ സഹായികൾ എന്ന് വിളിക്കുന്നു. ആ ഒരു പ്രോസസ്സിനെ, അതുണ്ടാവുന്ന ആ ഒരു പ്രക്രിയയെ ജിയോമോർഫിക് പ്രോസസ് അല്ലെങ്കിൽ ഭൂരൂപീകരണ പ്രക്രിയ എന്ന് വിളിക്കുന്നു. റിപ്പീറ്റ് ചെയ്യാം. ലാൻഡ് ഫോംസ് ഉണ്ടാവാൻ സഹായിക്കുന്ന എന്താണ്? റണ്ണിങ് വാട്ടർ ആയിക്കോട്ടെ, വിൻഡ് ആയിക്കോട്ടെ, അതിനൊക്കെ എന്ത് വിളിക്കും? ജിയോമോർഫിക് ഏജൻസ് അല്ലെങ്കിൽ ഭൂരൂപീകരണ സഹായി എന്ന് വിളിക്കും. ആ പ്രോസസ്സിനെ എന്ത് വിളിക്കും? ആ പ്രക്രിയയെ ജിയോമോർഫിക് പ്രോസസ് അല്ലെങ്കിൽ ഭൂരൂപീകരണ പ്രക്രിയ എന്ന് വിളിക്കുന്നു. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ഫുഡ് ഓർഡർ ചെയ്യുന്ന വെച്ചോ, ആ ഫുഡ് കൊണ്ടുവന്ന് നമ്മൾക്ക് എത്തിക്കുമല്ലോ, അപ്പോൾ അവരെ നമ്മൾ ഡെലിവറി ബോയ്സ് വിളിക്കും. അതേപോലെ തന്നെ ഈ ലാൻഡ് ഫോംസ് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ആൾക്കാർ ഏജന്റ് ആരൊക്കെയാണ്? നമ്മളുടെ വിൻഡ്, സീ വേവ്, അതേപോലെ തന്നെ റണ്ണിങ് വാട്ടർ, ഇതെല്ലാം എന്താണ്? ലാൻഡ് ഫോംസ് ഉണ്ടാവാൻ സഹായിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെ ഈ ലാൻഡ് ഫോംസ് ഉണ്ടാവും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. ഈ ലാൻഡ് ഫോംസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു പ്രോസസ്സ് പഠിക്കാനുള്ളത്. ആ പ്രോസസ്സിന്റെ പേര് ഡെപ്പോസിഷൻ എന്നാണ്. മലയാളത്തിൽ അതിനെ നിക്ഷേപണം എന്ന് പറയും. നിങ്ങളൊരു പിക്ചർ കണ്ടോ? ഒരു ഇതിലൊരു വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. വെള്ളം ഒഴുകുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം ഒഴുകി 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 താഴെ എത്തുമ്പോൾ ഒഴുകുന്ന വഴിയിൽ ഇപ്പോൾ റോക്ക്, പാറയുടെ മുകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റണ്ണിങ് വാട്ടറാണ് ഇവിടുത്തെ ഏജൻ്റായിട്ട് വരുന്നത്. ആ റണ്ണിങ് വാട്ടർ ചില പാറയൊക്കെ പൊടിഞ്ഞിട്ടുള്ള സെഡിമെൻറ്റ്സ് ഉണ്ടല്ലോ, സെഡിമെൻറ്റ്സ്, അവസാദങ്ങൾ, അല്ലെങ്കിൽ അതിനെന്ത് പറയാം, ചരലായിക്കോട്ടെ, ചെറിയ ചെറിയ കുഞ്ഞു കല്ല് കഷ്ണങ്ങളായിക്കോട്ടെ, അതിനെല്ലാം കൊണ്ടുപോയിട്ട് ചെറിയ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു? താഴ്ന്ന സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെ വിളിച്ച പേരാണെന്ത്? ഡെപ്പോസിഷൻ. ആ പ്രോസസ്സിനെ വിളിച്ച പേരാണെന്ത്? ഡെപ്പോസിഷൻ. ഓക്കെ അല്ലേ? അപ്പം നോക്കിയോളൂ. ദ സെഡിമെന്റ്സ് റോക്ക് മെറ്റീരിയൽസ് ഫോംഡ് ത്രൂ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ് ട്രാൻസ്പോർട്ടഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ് ഓർ ജിയോമോർഫിക്കൽ ഏജൻസ് എന്ന് പറയുന്നത് എന്താണ്? സെഡിമെന്റ്സ്, റോക്ക് പൊടിഞ്ഞുണ്ടായ, പാറ പൊടിഞ്ഞുണ്ടായ സെഡിമെന്റ്സ്, ആ വേസ്റ്റിനെ ആര് കൊണ്ടുപോവാണ്? ജിയോമോർഫിക്കൽ ഏജൻസ് കൊണ്ടുപോയിട്ട് ലോ ലയിങ് ഏരിയാസ്, താഴ്ന്ന സ്ഥലങ്ങളിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഡെപ്പോസിഷൻ. അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ് അറിയപ്പെട്ട പേരാണെന്ത്? നിക്ഷേപണം എന്നത്. ഓക്കെ, ഈ നിക്ഷേപണ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാവുന്ന ലാൻഡ് ഫോംസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത്. മൗണ്ടൻസ് ആയിക്കോട്ടെ, നമ്മളുടെ
നേരത്തെ പറഞ്ഞ പ്ലെയിൻ പ്രധാനമായിട്ട് ഉണ്ടാവുന്നത് ഡെപ്പോസിഷൻ കാരണമാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിലേക്ക് പോവാം. ഇന്ത്യയിൽ പോകുമ്പോൾ ലോകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ പ്ലെയിൻ ഉള്ളത് അല്ലെങ്കിൽ വലിയൊരു സമതലുള്ള ഇന്ത്യയിലാണ്. അത് ഏത് പ്ലെയിനാണെന്ന് നോക്കാം. ആ പ്ലെയിൻ്റെ പേര് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്നാണ്. ഉത്തരേന്ത്യൻ സമതലം അല്ലെങ്കിൽ ഉത്തര മഹാസമതലം, നോർത്ത് ഗ്രേറ്റ് പ്ലെയിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതെങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. നോക്കോളൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തായിരുന്നു ഡെപ്പോസിഷൻ. നമ്മളുടെ ഈ മലയുടെ മുകളിൽ അല്ലെങ്കിൽ റോക്ക് പാർട്ടിക്കിൾസിനെയൊക്കെ റിവർ കൊണ്ടുപോയിട്ട് താഴെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുന്നു. അതാണ് ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞത്. ഈ പ്രോസസ് നോക്കി, റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ഹയർ ഓൾട്ടിറ്റ്യൂഡ്. അതായത് ഒരു റിവർ ശരിക്കും പറഞ്ഞാൽ ഉത്ഭവിക്കുന്നത് എപ്പോഴും എവിടെ നിന്നായിരിക്കും? ഹയർ ഓൾട്ടിറ്റ്യൂഡ്, ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നായിരിക്കും. എപ്പോഴും എവിടെ നിന്നായിരിക്കുള്ളൂ? ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നായിരിക്കുള്ളൂ റിവർ എപ്പോഴും ഒറിജിനേറ്റ് ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ? ഉയർന്ന പ്രദേശങ്ങൾ ഒറിജിനേറ്റ് താഴേക്ക് വരികയാണ്. അടുത്ത പോയിന്റ് നോക്കി, ട്രാൻസ്പോർട്ട് സെഡിമെന്റ്സ്. അങ്ങനെ വരുന്ന വഴിയിൽ ഈ റിവർ എപ്പോഴും വെറുതെ വരില്ല, സെഡിമെന്റ്സ് ആയിട്ടാണ് വരാം. എന്താ വരാ? സെഡിമെന്റ്സ്. സെഡിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ അവസാദങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ എന്ന് പറയാം. സെഡിമെന്റ്സ് കണ്ടില്ലേ? ആ സെഡിമെന്റ്സ് ആയിട്ട് വന്നിട്ട് ഡെപ്പോസിറ്റ് ഇൻ ലോ ലയിങ് ഏരിയാസ്. താഴ്ന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യും. താഴ്ന്ന സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ നോക്കി എല്ലാവരും, ദ ഡെപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ് ബൈ റിവേഴ്സ് ക്രിയേറ്റ്സ് ന്യൂമറസ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഇൻക്ലൂഡിങ് എക്സ്റ്റെൻസീവ് അലുവിയൽ പ്ലെയിൻസ്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ലാൻഡ് ഫോമാണ് ഏത്? പലതും ഉണ്ടാവുന്നുണ്ട്. അതിലൊരെണ്ണം ഏത്? അലുവിയൽ പ്ലെയിൻ അല്ലെങ്കിൽ എക്കൽ സമതലം എന്നൊക്കെ പറയാം. ഓക്കെ, അലുവിയൽ പ്ലെയിൻ. അങ്ങനെ പ്രധാനമായിട്ട് 3 റിവേഴ്സ് ആരൊക്കെയാണ്? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര റിവേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായ പ്ലെയിൻ ആണ് ഏത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ വലിയ 3 റിവേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായ പ്ലെയിൻ ആണ് ഏത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ തന്നെ ആ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഒന്ന് നോക്കാം. നമുക്ക് മാപ്പിൽ എവിടെയൊക്കെ വരുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്ലെയിനിന്റെ ഫോർമേഷനെ കുറിച്ച്, അതിന്റെ രൂപീകരണത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉത്തര സമതലം ഉണ്ടാവാനായിട്ട് പ്രധാനമായിട്ട് കാരണമാകുന്ന 3 നദികളുണ്ട്, 3 റിവേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 3 നദികൾ? അതിൽ ഒന്നാമത്തെ നദിയാണ് നമ്മളുടെ സിന്ധു നദി അല്ലെങ്കിൽ ഇൻഡസ് റിവർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇതിലൂടെ ഒഴുകുകയാണ്. അതേപോലെ തന്നെ നമ്മളുടെ രണ്ടാമത്തെ റിവർ ഉണ്ട്. ഏതാണ്? നമ്മളുടെ ഗംഗ നദി. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഏതാണ്? ബ്രഹ്മപുത്ര റിവർ ഉണ്ട്. ബ്രഹ്മപുത്ര എന്ന് പറയുന്ന റിവർ ഉണ്ട്. അപ്പോൾ ഈ റിവേഴ്സ് അത് സഞ്ചരിക്കുന്ന വഴിയിലെല്ലാം സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്താണ് എന്തുണ്ടായിരിക്കുന്നത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എവിടെയായിരിക്കും? ഈ ഭാഗത്തായിട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ല നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എവിടെയായിരിക്കും? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്താണ് സംഭവം എന്നുള്ള എല്ലാവർക്കും മനസ്സിലായല്ല. ഏതൊക്കെ റിവേഴ്സാണ്? ജസ്റ്റ് ഇത് കാണുമ്പോൾ ചിലപ്പോൾ കൺജസ്റ്റഡ് തോന്നും. അതായത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. റിവർ ആദ്യം നമ്മളുടെ ഇൻഡസ് റിവർ, സിന്ധു നദി, നടുക്ക് ഗംഗാ നദി, ഇപ്പുറത്ത് ബ്രഹ്മപുത്ര. ഇങ്ങനെ 3 റിവേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആണ് എന്തുണ്ടാവുന്നത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉണ്ടാവുന്നത്. നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കാം. പ്രധാനപ്പെട്ട സവിശേഷതകളിൽ പോകുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ ഇതിലുണ്ട്. എന്താണ്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ ഇൻഡോ ഗംഗാറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എത്ര കിലോമീറ്ററാണ് എക്സ്റ്റെൻഡ് ആയി കിടക്കുന്നത്? 3200 കിലോമീറ്ററാണ്. എത്ര കിലോമീറ്ററാണ്? 3200 കിലോമീറ്ററാണ് ഇത് എക്സ്റ്റെൻഡ് ആയിട്ട് കിടക്കുന്നത്. 3200 കിലോമീറ്ററാണ് ഇത് എക്സ്റ്റെൻഡ് ആയിട്ട് കിടക്കുന്നത്. മാത്രമല്ല, അത് നമുക്ക് നോക്കാം. ആ എക്സ്റ്റെൻഡ് ആയി കിടന്ന ഫിഗർ ഒന്ന് നോക്കാം. അതായത് ഈ പ്ലെയിൻ ഇവിടെ മുതൽ രാജസ്ഥാൻ മുതൽ അസാമിൻ്റെ ഈ അറ്റം വരെയുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വിട്ടെത്തിനാണ്. അപ്പോൾ പറഞ്ഞ എല്ലാവരും നേരത്തെ പറഞ്ഞല്ലോ 3200 കിലോമീറ്ററാണ്. 3200 കിലോമീറ്ററാണ് അതിൻ്റെ എക്സ്റ്റെൻഡായി കിടക്കുന്നത്. എവിടെ മുതൽ എവിടെ വരെയാണ്? നമ്മുടെ റിവർ മൗത്ത് ഓഫ് ഇൻഡസ് റിവർ, മൗത്ത് ഓഫ് റിവർ ഇൻഡസ് കണ്ടോ? ഇൻഡസ് റിവറിൻ്റെ
റിവർ മൗത്ത് എന്ന് പറഞ്ഞാൽ നദി പോയിട്ട് വേറെ കടലിൽ പോയി ചേരുന്ന ആ ഭാഗമാണ് റിവർ മൗത്ത്, ആ നദീമുഖം എന്ന് പറയാം. ആ റിവർ മൗത്ത് മുതൽ എവിടെ വരെ? റിവർ മൗത്ത് ഓഫ് ഗംഗ, ഗംഗാ നദി അവസാനിക്കുന്ന ആ ഒരു ഭാഗം വരെയാണ് എന്തുള്ളത്? നമ്മുടെ ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി കിടക്കുന്നത്. ഓക്കെ, മലയാളത്തിൽ പറയുന്നത് സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ ആണ് നീളത്തിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. നമുക്ക് ഫിഗർ നോക്കി നോക്കാം, ശരിയല്ലേ പറഞ്ഞത്? നോക്കി, ഇവിടെയാണ് നമ്മളുടെ എന്തുണ്ടാവുന്നത്? നമ്മളുടെ ഇൻഡസ് റിവർ വന്നിട്ട് ചേരുന്നത്. അപ്പം അവിടെ മുതൽ ഈ ഭാഗത്താണ് ഗംഗാ റിവർ പോയിട്ട് കടലിലേക്ക് ചേരുന്നത്. ഇവിടെ വരെയാണ് എന്തുണ്ടാവുന്നത്? നമ്മളുടെ ആ ഒരു ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി കിടക്കുന്നത്. മാത്രമല്ല ഇറ്റ് സ്പ്രെഡ് അറൗണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇന്ത്യയിൽ ഇത് 2400 കിലോമീറ്ററേ ഉള്ളൂ. ഇന്ത്യയിൽ എത്ര കിലോമീറ്റർ ആണ്? 2400 കിലോമീറ്ററേ ഉള്ളൂ. മാത്രമല്ല നമ്മളുടെ അത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകും തോറും അതിൻ്റെ കിലോമീറ്റർ എന്താണ്? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകും തോറും അതിൻ്റെ കിലോമീറ്റർ എന്താണ്? 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ ഒരു വീതി പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? മൊത്തം അത് ഇങ്ങനെ ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 3200 കിലോമീറ്റർ ആണ്. പക്ഷേ ഇന്ത്യയിൽ 2400 കിലോമീറ്റർ മാത്രമേ ഇത് എക്സ്റ്റെൻഡ് ആയി കിടക്കുന്നുള്ളൂ. പിന്നെ നോക്കുമ്പോൾ ഇതിൻ്റെ ബോർഡേഴ്സ് പറയാണ്. നോർത്ത് സൈഡിൽ എന്താണ്? ശിവാലിക് മൗണ്ടൻസ് ആണ്. നോർത്ത് സൈഡിൽ ശിവാലിക് മൗണ്ടൻസും അതേപോലെ തന്നെ താഴെ സൗത്ത് സൈഡിൽ പെനൻസുലാർ പ്ലേറ്റു അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ശിവാലിക് പർവ്വതനിരയുടെ മുകളിൽ താഴെ ഉപദ്വീപീയ പീഠഭൂമിയുമാണ്. ഓക്കെ, അതാണ് അതിൻ്റെ. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നോക്കി എല്ലാവരും. മുകളിൽ എന്താണ്? ഇവിടെ ഹിമാലയൻ മൗണ്ടൻസ് ആണ്. അതിൻ്റെ ശിവാലിക് റീജിയൻ ആണ്. ഏത് റീജിയനാണ്? ശിവാലിക് റീജിയൻ ആണുള്ളത് ഇവിടെ. ഓക്കെ, താഴെ ഈ കാണുന്ന ഭാഗം എന്താണ്? ഈ ഭാഗം ഏതാണ് താഴെ കാണുന്നത്? താഴെ കാണുന്ന ഈ ഭാഗമാണ് നമ്മളുടെ ഏതാ? പെനൻസുലാർ പ്ലേറ്റു വരുന്നത് ഈ ഭാഗത്താണ്. അപ്പം മുകളിൽ നോർത്ത് സൈഡിൽ വടക്ക് സൈഡിൽ നമ്മളുടെ ഹിമാലയൻ മൗണ്ടൻസും താഴെ പെനൻസുലാർ പ്ലേറ്റുമാണ് ഇതിൻ്റെ ബൗണ്ടറീസ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിനെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തത് രാജസ്ഥാൻ പ്ലെയിൻ ആണ്, രണ്ടാമത് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ആണ്, മൂന്നാമത്തത് ഗംഗ പ്ലെയിൻ ആണ്, നാലാമത്തത് ബ്രഹ്മപുത്ര പ്ലെയിൻ ആണ്. ഏതൊക്കെയാണ്? ഗംഗ പ്ലെയിൻ ഉണ്ട്, ബ്രഹ്മപുത്ര പ്ലെയിൻ ഉണ്ട്. ഓക്കെ, രാജസ്ഥാൻ പ്ലെയിൻ ഉണ്ട്, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ഉണ്ട്, ഗംഗ പ്ലെയിൻ ഉണ്ട്, ബ്രഹ്മപുത്ര പ്ലെയിൻ ഉണ്ട്. നമ്മൾ എന്തെല്ലാം കാലം സംസാരിച്ചു? ഇപ്പോൾ ജിയോമോർഫിക് ഏജൻസ് എന്താണ്, ജിയോമോർഫിക് പ്രോസസ്സ് എന്താണ്, ഡെപ്പോസിഷൻ നിക്ഷേപണം എന്താണ്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉത്തര മഹാസമതലം എങ്ങനെ ഉണ്ടായി, അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു. ഈ പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന പോലെ തന്നെ നമ്മളുടെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തിനാ? നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, ഗംഗ പ്ലെയിൻ, ബ്രഹ്മപുത്ര പ്ലെയിൻ. രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം. നമുക്ക് നോക്കി നോക്കാം. ഫിഗറിൽ കാണാലോ. ഈ 1 എന്ന നമ്പർ ഇട്ട് കാണുന്നതാണ് എന്ത്? 1 എന്ന നമ്പർ ഇട്ട് കാണുന്ന ഭാഗമാണ് എന്ത്? കാണാലോ നിങ്ങൾക്ക്. 1 എന്ന നമ്പർ ഇട്ട് ഈ കാണുന്ന ഈ ഭാഗമാണ് എന്ത്? രാജസ്ഥാൻ പ്ലെയിൻ എന്ന് പറയുന്നത്. 2 എന്ന നമ്പർ ഇട്ട് ഈ കാണുന്ന ഭാഗമാണ് എന്ത്? 2 എന്ന് ലേസർ പോയിന്റ് നോക്കല്ലോ. 2 എന്ന് പോയിന്റ് ചെയ്ത് ഈ കാണുന്ന ഭാഗമാണ് എന്ത്? നമ്മളുടെ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ എന്ന് പറയുന്നത്. താഴെ 3 എന്ന് നമ്പർ ഇട്ട് കാണുന്ന ഈ ഭാഗമാണ് ഏത്? നമ്മളുടെ ഗംഗാ പ്ലെയിൻ എന്ന് പറയുന്നതാണ്. താഴെയുള്ള ഈ 3ാമത്തതാണ്. 4ാമത്തതാണ് നമ്മളുടെ ഏത്? 4th വണ്ണാണ് ഏത്? നമ്മളുടെ 4th വണ്ണാണ് നമ്മളുടെ അസം എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഏത് വരുന്നത്? ബ്രഹ്മപുത്ര പ്ലെയിൻ വന്നത്. നിങ്ങൾക്ക് ആ ലൊക്കേഷൻ മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അതിൻ്റെ ഡിവിഷൻ മനസ്സിലായില്ലേ? ഏറ്റവും അറ്റത്ത് വെസ്റ്റ് സൈഡിൽ രാജസ്ഥാൻ,
രാജസ്ഥാൻ പ്ലെയിൻ, ഇപ്പുറത്ത് പഞ്ചാബ് ഹരിയാന സമതലം, ഏറ്റവും വലുത് ഗംഗാ സമതലം, ലാസ്റ്റ് അസ്സാമിന്റെ ഭാഗത്ത് ഏതുള്ള ബ്രഹ്മപുത്ര സമതലമാണ്. ഓക്കെ അല്ലേ? ഈ കാര്യത്തിൽ വേറെ ഡൗട്ട് വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. 4ആയിട്ട് തരംതിരിച്ചു. ഈ 4ന്റെയും പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം വരുന്നത് രാജസ്ഥാൻ പ്ലെയിൻ ആണ്. ആ രാജസ്ഥാൻ പ്ലെയിനിലേക്ക് പോകുമ്പോൾ നോക്കിക്കോളൂ എല്ലാവരും. വിച്ച് ഇൻക്ലൂഡ്സ് താർ ഡെസേർട്ട് മാർക്സ് ദ വെസ്റ്റേൺ മോസ്റ്റ് എൻഡ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ശരിയാണോ നോക്കാം നമുക്ക്. വെസ്റ്റേൺ മോസ്റ്റ് എൻഡ് നോക്കൂ എല്ലാവരും, ശരിയല്ലേ? ഈ പറയുന്ന രാജസ്ഥാൻ പ്ലെയിൻ എന്ന് പറയുന്നത് സാർ ഇവിടെ റൗണ്ട് ചെയ്തേക്ക് നോക്കി എല്ലാവരും നോക്കി കാണാലോ. ഓക്കെ, വെസ്റ്റേൺ മോസ്റ്റ് എൻഡ് ആണ്, വടക്കേ പടിഞ്ഞാറ് ഏറ്റവും, ശരിയല്ലേ? രാജസ്ഥാനിൽ തന്നെ എന്തുള്ളത്? നമ്മുടെ താർ ഡെസേർട്ട് ഉള്ള അവിടെ തന്നെയാണ്. രാജസ്ഥാനിൽ തന്നെയാണ് നമുക്ക് എന്തുള്ളത്? താർ ഡെസേർട്ട് ഉള്ളത്, താർ മരുഭൂമി ഉള്ളത്. ആ പോയിന്റ് ഡൗട്ട് ഒന്നുമില്ല, ആ ഡൗട്ട് വരേണ്ട യാതൊരു കാര്യവുമില്ല. അടുത്ത പ്രത്യേകത നോക്കാം. 2/3 ഓഫ് ദ താർ ഡെസേർട്ട് ഈസ് സിറ്റുവേറ്റഡ് ഇൻ രാജസ്ഥാൻ. നമ്മളുടെ രാജസ്ഥാനിലാണ് താർ മരുഭൂമിയുടെ ഭൂരിഭാഗവും ഉള്ളത്. വൈൽ ദ റിമൈനിങ് പോർഷൻ എക്സ്റ്റെൻഡ് ഇൻ ടു നൈബറിംഗ് സ്റ്റേറ്റ്സ് ഹരിയാന, പഞ്ചാബ് ആൻഡ് ഗുജറാത്ത്. അതായത് രാജസ്ഥാനിലാണ് താർ മരുഭൂമി കൂടുതലായിട്ടുള്ളത്. കുറച്ച് ഭാഗം എവിടേക്ക് പോയിട്ടുണ്ട്? ഗുജറാത്തിലേക്കും കുറച്ച് പഞ്ചാബിലേക്കും കുറച്ച് ഹരിയാനയിലേക്കും പോയിട്ടുണ്ട്. അതാണ് രാജസ്ഥാൻ പ്ലെയിനെ കുറിച്ച് പറയുന്നത്. വേറെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ the Thar desert is further divided into 2 significant regions. താർ ഡെസേർട്ടിനെ പിന്നെയും 2ആയി തിരിച്ചിട്ടുണ്ട്. അതായത് ഫുള്ള് ഡെസേർട്ട് ആയിട്ടുള്ള മരുസ്ഥാലി എന്ന് പറയുന്ന ഏരിയയും അതേപോലെ തന്നെ സെമി ഡെസേർട്ട്, പകുതി ഡെസേർട്ടും പകുതി കുഴപ്പമില്ലാത്ത ഏരിയ ആയിട്ടുള്ള രാജസ്ഥാൻ ബംഗർ എന്ന് പറയുന്ന വേറൊരു ഏരിയയും. ഡൗട്ടില്ലല്ലോ. താർ ഡെസേർട്ടിന് 2ആയിട്ടുണ്ട്, ഒന്ന് മരുസ്ഥാലി, രണ്ടാമത് രാജസ്ഥാൻ ബംഗർ. ഓക്കെ, the Rajasthan plain is situated to the west of Aravalli mountain ranges. ഈ പോയിന്റ് പ്രധാനപ്പെട്ടതാണ്. ഏതാണ് ഈ മൗണ്ടൻ റേഞ്ചസ് പറഞ്ഞിരിക്കുന്നത്? ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ഏകദേശം നിങ്ങൾക്ക് ഫിഗർ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് വരും. അതിൻ്റെ വെസ്റ്റ് സൈഡിലാണ് എന്തുള്ളത്? രാജസ്ഥാൻ പ്ലെയിൻ ഉള്ളത്. ഡൗട്ടില്ല, സിമ്പിളായിട്ട് എല്ലാ പോയിന്റും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാജസ്ഥാൻ പ്ലെയിൻ കഴിഞ്ഞു. ഇനി പറയുന്ന പ്ലെയിൻ ആണ് ഏത്? പഞ്ചാബ് ഹരിയാന പ്ലെയിൻ. ഞാൻ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിരിക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം? കാണാലോ. പഞ്ചാബ് ഹരിയാന കൂടാതെ എവിടെയും കൂടി ഉണ്ടെന്നറിയോ? നമ്മളുടെ ഹിമാചൽ പ്രദേശും കൂടി കുറച്ച് ഈ ഭാഗം കിടക്കുന്നുണ്ട്. ഓക്കെ, മൂവ് ഫ്രം ദ രാജസ്ഥാൻ പ്ലെയിൻ ടുവേഴ്സ് ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് യു ക്യാൻ സീ ദ നോർത്തേൺ പ്ലെയിൻ ഗ്രാജുവലി ട്രാൻസ്ഫോമിംഗ് ടു ഫെർട്ടൈൽ പ്ലെയിൻ. അതായത് ഇത് ഫിഗർ നോക്കി, നമ്മളുടെ ഈ ഫിഗർ നോക്കട്ടാ. രാജസ്ഥാൻ പ്ലെയിനിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് വേണം. രാജസ്ഥാൻ പ്ലെയിനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? രാജസ്ഥാൻ പ്ലെയിനിൽ നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ രാജസ്ഥാൻ പ്ലെയിൻ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ, അതായത് നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് ഹരിയാന പഞ്ചാബ് സ്റ്റേറ്റിലേക്ക് കിടക്കുകയാണ്. അവിടെ എത്തുമ്പോൾ ഒന്ന് വായിച്ചു നോക്കി, നമ്മളെ ഫിഗറിൽ കാണാൻ പറ്റുമല്ലോ. എന്താണ്? ഫെർട്ടൈൽ ആവുകയാണ്. ആ ഭൂമി മൊത്തം നല്ല ഫലഭൂയിഷ്ടമായ നല്ല വളക്കൂറുള്ള മണ്ണായി മാറുകയാണ്. മാത്രമല്ല ഏതൊക്കെ സ്ഥലത്താണ് ഉള്ളത്? ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഓഫ് ദ രാജസ്ഥാൻ പ്ലെയിൻ. രാജസ്ഥാൻ പ്ലെയിനിൻ്റെ കിഴക്കും പിന്നെന്താ വടക്ക് കിഴക്കുമായിട്ടാണ് എന്ത് കിടക്കുന്നത്? നമ്മുടെ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ കിടക്കുന്നത്. ഇതാണ് അവിടുത്തെ 2 പ്രത്യേകത പറയുന്നത്. പിന്നെ പറയുന്ന ഒരു കാര്യം നോക്കി, ദിസ് പ്ലെയിൻ ഈസ് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആൻഡ് എക്സ്റ്റെൻഡ് ഇൻ ടു യമുന നദി. യമുന റിവർ വരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. എവിടെ വരെയാണ്? യമുന റിവർ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. The eastern border of plain is defined by river Yamuna. അത് ഓൾറെഡി പറഞ്ഞു. In India, the plain extends over the states of Punjab, Haryana, Himachal Pradesh, covering the area of 1.75 square kilometer. 1.75 സ്ക്വയർ കിലോമീറ്റർ ആണ് അതിന്റെ ടോട്ടൽ ഏരിയ ആയിട്ട് വരുന്നത്. ഇറ്റ് ഗ്രാജുവലി സ്ലോപ്പ് ടുവേഴ്സ് ദ വെസ്റ്റ്. കിഴക്ക് പടിഞ്ഞാട്ട് പോകുന്ന പറയുന്ന ചെറിയൊരു ചെരിവുണ്ട്. The Punjab plain, significant part of the region, is primarily formed by the deposition of sediments carried by the rivers such as Satluj, Jhelum, Chenab, Ravi and Beas.
എന്ന് പറഞ്ഞാൽ സിന്ധു നദിയുടെ പോഷക നദികളായിട്ടുള്ള ആരൊക്കെയാണ്? സത്ലജ്, ജലം, ചിനാബ്, രവി, ബിയാസ്. ഈ 5 റിവേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഏത് റിവർ ഉണ്ടായിരിക്കുന്നത്? റിവർ അല്ല, ഏത് പ്ലെയിൻ ഉണ്ടായിരിക്കുന്നത്? പഞ്ചാബ് സമതലം അല്ലെങ്കിൽ പഞ്ചാബ് പ്ലെയിൻ ഉണ്ടായിരിക്കുന്നത്. ഈ 5 റിവർ ആയതുകൊണ്ടാണ് അതിന് എന്ത് പേര് വന്നത്? പഞ്ചാബ് എന്നുള്ള പേര് വന്നത്. പഞ്ചാബ് ഈസ് ഓൾസോ നോൺ ആസ് റിവർ ഓഫ് പ്ലേസ് ഓഫ് അല്ലെങ്കിൽ ലാൻഡ് ഓഫ് 5 റിവേഴ്സ്. 5 നദികളുടെ നാട് എന്നാണ് പഞ്ചാബിന് പേരുള്ളത്. 5 നദികളാണ് ഏത്? സിന്ധു നദി, ഇൻഡസ് റിവറിന്റെ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികളായിട്ടുള്ള സത്ലജ്, ജലം, ചിനാബ്, രവി, ബിയാസ്. ഓക്കെ അല്ലേ? ഇത്രയാണ് നമ്മൾ പഞ്ചാബ് പ്ലെയിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഏതൊക്കെ പ്ലെയിനെ കുറിച്ച് പഠിച്ചു? ആദ്യം പഠിച്ചത് രാജസ്ഥാൻ പ്ലെയിൻ, പിന്നെ തൊട്ടപ്പുറത്ത് ഏതാണ്? പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന സമതലം. പിന്നെ നോക്കുമ്പോൾ ഒരു പ്ലെയിൻ കാണുമല്ലോ അടുത്തത്, അതാണ് ഏത്? നമ്മളുടെ ഗംഗാ പ്ലെയിൻ. ഏത് റിവറായിരിക്കും കാരണക്കാരൻ? ഗംഗാ റിവറും അതിന്റെ പോഷക നദികളും ഡെപ്പോസിറ്റ് ചെയ്ത് നിക്ഷേപണം നടത്തിയാണ് ഏത് പ്ലെയിൻ, ഏത് സമതലം ഉണ്ടായിരിക്കുന്നത്? ഗംഗാ പ്ലെയിൻ ഉണ്ടായിരിക്കുന്നത്. ഈസ്റ്റ് ഓഫ് ദ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ. പഞ്ചാബ് ഹരിയാന പ്ലെയിനിന്റെ ഈസ്റ്റ് സൈഡിൽ, ഓക്കെ, അതാണ് ഏത്? എവിടെയാണ് അത് നോട്ട് ചെയ്യണം? ഈസ്റ്റ് സൈഡിൽ. ഈസ്റ്റ് സൈഡിലാണ് ഏത്? പഞ്ചാബ് ഹരിയാന പ്ലെയിനിന്റെ ഈസ്റ്റ് സൈഡിൽ, അതായത് കിഴക്ക് സൈഡിലാണ് ഏതുള്ളത്? ഗംഗാ പ്ലെയിൻ ഉള്ളത്. എവിടെ മുതലാണ്? ബംഗ്ലാദേശ് മുതൽ യമുന റിവറിന്റെ വെസ്റ്റ് വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ആയി കിടക്കുന്നത്. ബംഗ്ലാദേശ് മുതൽ യമുന റിവറിന്റെ വെസ്റ്റ് വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ആയി കിടക്കുന്നത്. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെയാണ് ഗംഗാ സമതലം എക്സ്റ്റെൻഡ് ആയി കിടക്കുന്നത്. കാണാൻ പറ്റും. ഇവിടെയാണ് ഏകദേശം നമ്മളുടെ നമ്മളുടെ ഏത് റിവർ? യമുന നദി ഉള്ളത്. ഈ ഭാഗത്തായിട്ടാണ് യമുന നദി ഉള്ളത്. നോക്കൂ, സാർ വരയ്ക്കാൻ തേണ്ട ഈ ഭാഗം റെഡ് കൊടുത്തതിനെ ഭാഗമാണ്. ഈ ഭാഗം ഇവിടെയാണ് നമ്മളുടെ എന്തുള്ളത്? ബംഗ്ലാദേശ് ഉള്ളത്. ഈ റെഡ് കൊടുത്തതിനെ ഭാഗമാണ്. റെഡ് കൊടുത്തതിനെ ഭാഗം ഈ ഭാഗത്താണ് നമ്മളുടെ എന്തുള്ളത്? ബംഗ്ലാദേശ് ഉള്ളത്. അവിടെ വരെയാണ് എന്ത് എക്സ്റ്റെൻഡ് ആയി കിടക്കുന്നത്? അതായത് ഈ ഭാഗം നോക്കി, ഇതാണ് നമ്മളുടെ ഗംഗാ പ്ലെയിൻ എന്ന് പറയുന്നത്. സാർ വരയ്ക്കാം, നോക്കിക്കോളൂ, കണ്ടോ? ഇതാണ് ഗംഗാ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ നോക്കാം. The extensive plain covers the states of Uttarakhand, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി. ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഡൽഹിയിലൊക്കെ ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഉത്തർപ്രദേശിലൊക്കെ ഉണ്ട് കേട്ടോ, വലിയ പ്ലെയിൻ ആണ്. അതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 3.75 lakh കിലോമീറ്റേഴ്സ് ആണ്, സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. 3.75 lakh സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് എന്ത് വരുന്നത്? നമ്മളിതിന്റെ ടോട്ടൽ ഏരിയ വരുന്നത്. ഓക്കെ, ഇത് ആര് കാരണം ഉണ്ടാവുന്നത്? ദിസ് പ്ലെയിൻ ഈസ് ഫോംഡ് ത്രൂ ദി ഡെപ്പോസിഷണൽ പ്രോസസ് ഓഫ് എന്തൊക്കെയാ? റിവർ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. റിവർ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഈ ഒരു പ്ലെയിന് കാരണമായിരിക്കുന്നത്. ഏകദേശം 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഗംഗാ നദിയും പോഷക നദികളും ചേർന്നാണ് ഈ പ്ലെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയാണ് നമ്മളെ ലാസ്റ്റ് പ്ലെയിൻ ഏതാണ്? ബ്രഹ്മപുത്ര പ്ലെയിൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് പ്രധാനപ്പെട്ടതിലുള്ള ബ്രഹ്മപുത്ര പ്ലെയിനിൽ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയാം. ഓൾസോ നോൺ ആസ് ബ്രഹ്മപുത്ര വാലി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ബ്രഹ്മപുത്ര വാലി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അസാം വാലി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അസാം പ്ലെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്തെല്ലാം പേരുണ്ട്? ബ്രഹ്മപുത്ര വാലി, അസാം വാലി, അസാം പ്ലെയിൻ. ഇത്രയും പേരുകൾ അറിയപ്പെടുന്നുണ്ട്. കാരണം അസാം എന്നുള്ള പേരുകളുടെ കാരണം അസാം എന്ന് പറയുന്ന സ്റ്റേറ്റിലൂടെയാണ് ആ സ്റ്റേറ്റിലാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്ലെയിൻ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നത്. ഓക്കെ, സ്ട്രെച്ചസ് ഫ്രം ദ ഈസ്റ്റേൺ മോസ്റ്റ് എഡ്ജ് ഓഫ് അസാം ടു ദി വെസ്റ്റ് ഓഫ് ഡുബ്രി നിയർ ദ ബോർഡർ ഓഫ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന്റെ ബോർഡർ വരെ ഏകദേശം എക്സ്റ്റെൻഡ് ആയി കിടക്കുന്നുണ്ട്. ഏകദേശം ഒരു 720 കിലോമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത് പറയുന്നത്. വിഡ്ത്ത് പറയുന്നത് 60 മുതൽ 70 കിലോമീറ്റർ വരെയും അതിൻ്റെ വിഡ്ത്ത് 720 കിലോമീറ്റർ ലെങ്ത്തും 60 മുതൽ 70 കിലോമീറ്റർ വരെയും അതിൻ്റെ ഒരു വിഡ്ത്തും പറയുന്നുണ്ട്. മേജർ പോർഷൻ വരുന്ന എവിടെയാണ്? അസാം എന്ന് പറയുന്ന നമ്മളുടെ സ്റ്റേറ്റിലാണ് ഇതിൻ്റെ മേജർ പോർഷൻസ് വരുന്നത് ബ്രഹ്മപുത്ര പ്ലെയിൻ കേട്ടോ. ഇവിടെയാണ് നമ്മളുടെ ബ്രഹ്മപുത്ര പ്ലെയിൻ വരാം. നിങ്ങൾ അസാമിന്ന് നമ്പർ കാണാം, 4 എന്ന് നമ്പർ ഇട്ടേക്കണ ആ ഭാഗം കണ്ടോ? അവിടെ സാർത്ത് ഇങ്ങനെ വരയ്ക്കാം റെഡായിട്ട് കണ്ടോ? ഇതാണ് നമ്മളുടെ ഏത് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത് കണ്ടോ? ഓക്കെ, ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നതാണ്.
ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ജോഗ്രഫിക്കലി ദിസ് പ്ലെയിൻ സ്റ്റാൻഡ്സ് ഡിസ്റ്റിങ്ക്ട് ആൻഡ് സെപ്പറേറ്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻ പ്ലെയിനുകളിൽ നിന്നും ജോഗ്രഫിക്കലി കുറച്ച് വ്യത്യാസമുള്ള ഒരു മേഖലയാണ് ഇത് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത്. ദ ഈസ്റ്റേൺ ഹിമാലയ ഇൻ ദ നോർത്ത് ആൻഡ് പട്കായ് നാഗ ഹിൽസ് ഇൻ ദ ഈസ്റ്റ്. ഓക്കെ, നോർത്ത് സൈഡിൽ ഹിമാലയാസ്, ഈസ്റ്റ് സൈഡിൽ എന്താണ് പട്കായ് ബുമ്മും അതേപോലെ തന്നെ നാഗാ ഹിൽസുമാണ്, നാഗാ കുന്നുകളും. ആൻഡ് ഗാസിഗാര ജയന്തിയ ഹിൽസ് ഇൻ ദ മിഗർ ഹിൽസ് ഇൻ ദ സൗത്ത്. താഴെ എന്താണ് ഗാസിഗാര ജയന്തിയ മിഗർ ഹിൽസ് ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ ഏകദേശം ടോട്ടൽ ഏരിയ പറയുന്നുണ്ട് 56,275 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇതിന് കാരണക്കാരായ പോഷക നദികളുടെ പേര് പറയും ടീസ്റ്റ, മാനസ്, ലോഹിത് ആൻഡ് ഡിബങ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ. ഇവർ കാരണമാണ് ഈ ബ്രഹ്മപുത്ര പ്ലെയിൻ ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സെക്കൻഡ് ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. ഇതിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്താണെന്നും അതെങ്ങനെ ഉണ്ടാവുന്നു, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതിന് 4 തരംതിരിച്ചിരിക്കുന്നു, അത് ഏതെല്ലാമാണെന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവരും കൃത്യമായിട്ട് കാണണം, എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.